ഇപ്പോൾ പരാതിക്കാരി തത്സമയം കൈരളി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. കേൾക്കാനാകുന്നുണ്ടോ താങ്കൾക്ക്? കേൾക്കാം. അതായത് ഈ ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഈ കേസിൽ ഈ സംഭവത്തിൽ ആരോപണ വിധേയനായ ശോഭ സുബിൻ ഇതൊക്കെയും വ്യാജമാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. താങ്കൾ അത് ശ്രദ്ധിച്ചു കാണും. പ്രാഥമികമായി അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അതെ, അദ്ദേഹം വളരെ കൃത്യമായിട്ട് അത് കൈകഴുകുന്നുണ്ട് പ്രസ് മീറ്റിലൂടെ. അത്രയ്ക്കധികം ധൈര്യമുള്ള ഒരാളല്ലേ, അത്രയ്ക്കധികം കോൺഫിഡൻസോട് കൂടിയായിരിക്കും ചിലപ്പോൾ അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് അത്ര ധൈര്യപൂർവ്വം അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. വളരെ കൃത്യമായിട്ട് അയാൾ എടുത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് ഫേക്ക് വീഡിയോ എന്ന്. അയാൾ ആ വാക്ക് പോലും പ്രയോഗിക്കാതെ അത് വീഡിയോ എന്ന് മാത്രമാണ്, അശ്ലീല വീഡിയോ എന്ന് മാത്രം അത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട്, അതായത് അത് യഥാർത്ഥമാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി അദ്ദേഹം അവിടെ നടത്തുന്നുണ്ട്. നിങ്ങളത് എത്ര പേര് ശ്രദ്ധിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. ഞാനിത് 3-3.5 വർഷമായിട്ട് ഞാൻ ഇതനുഭവിച്ച് ഇതിന്റെ ഒരു ട്രോമയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും അയാൾ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും അതെടുത്ത് എന്താ ഞാനിതിൽ മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതേ നിലപാട് തന്നെയായിരുന്നോ താങ്കൾ പാർട്ടിക്ക്, അതായത് കോൺഗ്രസിന് പരാതി കൊടുക്കുമ്പോഴും ശോഭ സുബിൻ ഇതേ നിലപാട് തന്നെ അവിടെയും സ്വീകരിച്ചതാണോ? ഈ പരാതി തന്നെ ഇങ്ങനെയാകാൻ കാരണം, അതോ അല്ലെങ്കിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം ഈ നിലപാട് തന്നെയാണോ സ്വീകരിച്ചത് പരാതിയോട് തന്നെ? അല്ല, അദ്ദേഹം ഒരുപാട് സ്വാധീനമുള്ള വ്യക്തിയല്ലേ. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. വളരെയധികം സ്വാധീനമുള്ള, പാർട്ടിയിലും പാർട്ടിക്ക് പുറത്തും വളരെ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അല്ലാതെ എങ്ങനെയാണ് ഒരു നിയമസഭാ സീറ്റിലേക്ക് മത്സരിച്ച ഒരു വ്യക്തിയല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പാർട്ടിക്കകത്ത സ്വാധീനം നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അത്തരം ഒരാൾക്കൊരു കേസ്, ഒരു പെണ്ണ്, ഒന്നുമല്ലാത്തൊരു പെണ്ണ് കൊടുത്തൊരു കേസ് അഗ്നിപറിക്കാനാണോ അയാൾക്ക് ബുദ്ധിമുട്ട്? പിന്നെ എങ്ങനെയാണ് 3 മാസത്തിനകത്ത് എന്റെ യാതൊരു ആവശ്യവും ഇല്ലാതെ, ഞാൻ എവിടെയും അറിയിച്ചിട്ടില്ല ഈ മതിലകം പോലീസ് അന്വേഷിക്കുന്ന കേസ് എനിക്കതില് തൃപ്തിയില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഒരു വാക്കുകൊണ്ട് പോലും. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് അത് പെട്ടെന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറുന്നത്? അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു അത്. എന്താണ് ഇതിന് പിന്നിലുള്ള കളി എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. ഈ നേതൃത്വത്തിന്റെ പിന്തുണ, ഒത്താശ ഒക്കെ ഇതിൽ ഉണ്ടായിട്ടുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു പരാതി കൊടുത്തിട്ട് ഒരു നടപടിയും അതിന്റെ മുകളിൽ ഉണ്ടാകാതിരിക്കില്ലല്ലോ? ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കോൺഗ്രസ്സുകാരിയായിരുന്നു, ഞാൻ ഇപ്പോഴും കോൺഗ്രസ്സുകാരിയാണ്. ഇനി എന്റെ മരണം വരെ ഞാൻ കോൺഗ്രസ്സുകാരിയായിരിക്കും. എന്റെ പ്രസ്ഥാനത്തിൽ ഞാൻ അറിയിക്കേണ്ടവരെ കൃത്യമായിട്ട് ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ അവസ്ഥ എന്താണെന്നുള്ളതും എന്താണ് എന്റെ ആവശ്യം എന്നുള്ളതും എല്ലാം ഞാൻ കൃത്യമായിട്ട് മാറി വരുന്ന എല്ലാവർക്കും ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഈ ഓഡിയോ സംഭാഷണത്തിലും താങ്കൾ പറയുന്നുണ്ട് ഞാൻ വിശ്വസിച്ച പ്രസ്ഥാനം എന്ന് താങ്കൾ ആവർത്തിച്ചു പറയുന്നുണ്ട്. ആ വിശ്വാസ്യത ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതാണ് സംശയം. എനിക്കുണ്ട്. എന്റെ പ്രസ്ഥാനം എനിക്കിപ്പോഴും നീതി തരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനിപ്പോ നിൽക്കുന്നത്. കാരണം ഒരു പരാതി പോലും ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തൊരു പ്രസ്ഥാനമാണ് എന്റെ. അപ്പൊ എനിക്കും ആ നീതി കിട്ടുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ പരാതി കൊടുത്തിട്ട് 3 വർഷം കഴിഞ്ഞല്ലോ, അത് എന്തുകൊണ്ടാകും ഉണ്ടാകാത്തത്? താങ്കൾ തന്നെ പറയുന്നത് പോലെ ഇത് വർഷങ്ങൾക്ക് മുൻപേ നടന്ന സംഭവമല്ലേ എന്നതല്ലേ ഒരു പ്രധാനപ്പെട്ട നേതാവ് ചോദിക്കുന്നത്. അത്തരം പ്രതികരണങ്ങൾ വലിയ വേദന ഉണ്ടാക്കുന്നില്ലേ? തീർച്ചയായിട്ടും വേദന ഉണ്ടാക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇത്ര ഒരു നിയമസഭാ സ്ഥാനാർത്ഥി വരെ ആയ വ്യക്തിക്ക് എത്രത്തോളം ഇതിനകത്ത് സ്വാധീനം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പൊ ആ സ്വാധീനത്തിന്റെ ബലത്തിലായിരിക്കാം ചിലപ്പോ ഇതിങ്ങനെ നീണ്ടു പോകുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഇല്ലല്ലോ, ഞാൻ നാട്ടിലില്ല. ചിലപ്പോ അതെല്ലാം ഒരു സൗകര്യമായിട്ടുണ്ടായിരിക്കാം അയാൾക്ക്. അല്ല, ഇങ്ങനെ ഇത്തരം സ്വഭാവമുള്ള ഒരാൾ സ്വാധീനം ചെലുത്തിയാൽ അതിന് വഴങ്ങുന്ന ഒരു പ്രസ്ഥാനമാണോ ഇത് എന്നുള്ള സംശയം. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഇപ്പോൾ രാഹുലിനെതിരെ നടപടിയെടുത്തത് താങ്കൾ വിശ്വാസത്തിലെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, താങ്കൾ തന്നെ നേരിട്ട് പരാതി കൊടുക്കുന്നു, താങ്കൾ കോൺഗ്രസിനൊപ്പം പ്രവർത്തിച്ച ആളാണ്, ഇപ്പോഴും ആ പ്രസ്ഥാനത്തിനോടൊപ്പം വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾ കൊടുത്ത പരാതിക്ക് നടപടി എടുക്കാൻ കഴിയാത്ത നിലയിൽ സ്വാധീനം ഈ ശോഭ സുബിന് ചെലുത്താൻ സാധിക്കുന്നുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുകയാണെങ്കിൽ ആ സ്വാധീനം ഈ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്കിടയിലല്ലേ അയാൾ ചെലുത്തിയിട്ടുണ്ടാകുക? അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടെങ്കിൽ ആ സ്വാധീനത്തിനെതിരെ തന്നെയാണ് ഞാൻ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് നീതി വേണം, ഇതിലെ പെൺകുട്ടികൾക്ക് നീതി വേണം എന്ന് തന്നെയാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് എന്താണോ എന്റെ പാർട്ടിയുടെ അകത്തെ ചട്ടക്കൂട്, ആ ചട്ടക്കൂടിലൂടെ തന്നെ ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളൂ. ഇന്നിപ്പോ ശോഭ സുബിൻ വന്ന് പരസ്യമായി പ്രസ്താവന നടത്തുകയാണ്. അയാൾ അതില്
ഭാഗമല്ല എന്ന് വെല്ലുവിളിച്ച് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അയാളെല്ലാം ഇതിൽ നിന്ന് കൈകഴുകി ഊരി എന്നെ കേസിൽ നിന്ന് പോലും വെറുതെ വിട്ടു എന്ന് അയാൾ ഉറപ്പിച്ച് പറയുമ്പോൾ എനിക്ക് അയാളോട് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഈ പരാതി ഞാൻ രജിസ്റ്റർ ചെയ്ത് ശേഷം ഒരു മാസത്തിനകത്ത് ഈ പരാതി നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരം സെറ്റിൽമെന്റ് ചെയ്യാനായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരുന്നു. എറണാകുളത്ത് ഒരു വക്കീലിന്റെ ഓഫീസിൽ പോയി ഞാനും അദ്ദേഹവും ഇരിക്കെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരുന്നു നേതൃത്വത്തിന്റെ അറിവോടുകൂടി. ആ എഗ്രിമെന്റ് ശോഭാ സുബിൻ നിഷേധിക്കുന്നുണ്ടോന്ന് നിങ്ങൾ ചോദിക്കൂ. നിഷേധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആ എഗ്രിമെന്റിന്റെ കോപ്പി ഞാൻ തരാം. അല്ല, ആ എഗ്രിമെന്റ് അതെന്തായിരുന്നു, അതൊന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ താങ്കൾ പറഞ്ഞ നേതൃത്വത്തിന്റെ അറിവ് എന്ന് പറയുമ്പോൾ നേതാക്കളുടെ അറിവ്, ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ അറിവ്, അങ്ങനെ വേണമല്ലോ കരുതാൻ. അപ്പോൾ അങ്ങനെ ഇത്തരം ഗുരുതര സ്വഭാവമുള്ള ഒരു പരാതിയിൽ സെറ്റിൽമെന്റിന് വേണ്ടി ഉണ്ടാക്കിയ ആ എഗ്രിമെന്റിന്റെ കണ്ടന്റ് എന്തായിരുന്നു? അതിന് നേതൃത്വം കൊടുത്തവർ ആരൊക്കെയാണ്? അതിലേക്ക് എത്തിച്ചത് ആരൊക്കെയാണ്? അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതെല്ലാം എന്റെ പാർട്ടിയിൽ ഞാൻ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. എന്നോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ആളുകളോട് ഞാൻ കൃത്യമായിട്ട് അതിനെല്ലാം മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ എഗ്രിമെന്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ശോഭാ സുബിൻ അത് എതിർക്കട്ടെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അയാൾ കൈയൊഴിഞ്ഞല്ലോ. ഈ കേസിൽ ഞാൻ കുറ്റവാളിയല്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയല്ലോ അദ്ദേഹം. ആ കുറ്റവാളി അല്ലാന്ന് പറഞ്ഞ് കൈ കഴുകിയ ആ കുറ്റവാളി അല്ലാന്ന് അയാൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ എഗ്രിമെന്റ് എഴുതാൻ അദ്ദേഹം അവിടെ വന്നത്? എന്നെ കൊണ്ട് കേസ് കോഷ് ചെയ്യിപ്പിക്കാനായിട്ട് എന്തിനാണ് അദ്ദേഹം വന്നത്? ഞാൻ അതിന് തയ്യാറായതാണ് ആക്ച്വലി. എന്നിട്ട് വീണ്ടും അയാളുടെ ഭാഗത്തുനിന്ന് എനിക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തില്, എന്നെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഉപദ്രവങ്ങള് ഉണ്ടായപ്പോഴാണ്, അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ വേട്ടപ്പട്ടികളെ കൊണ്ട് അത്രത്തോളം എന്നെ സോഷ്യൽ മീഡിയയിൽ കൊന്നപ്പോഴാണ് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടതെന്നെ കൊല്ലാനുണ്ടായത്. സോഷ്യൽ മീഡിയ വഴി ഒരു പരാതി കൊടുത്തതിന്റെ പേരില് അത് കാരണമാണ് ഞാൻ ആ പരാതിയുമായിട്ട് മുന്നോട്ട് പോയത്. ഞാൻ പിന്മാറില്ല എന്ന് നേതൃത്വത്തെ അറിയിച്ചു. ഇനിയും ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഇയാൾ വളരെ മാന്യനാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇതിനു മുന്ന് യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന KSU ഉണ്ടായിരുന്ന യദു എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഇതുപോലൊരു പരാതിയുമായിട്ട് അദ്ദേഹത്തിനെതിരെ ഇതേ പറയുന്ന വ്യക്തി ഒരു പോക്സോ കേസ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. 7 വർഷമെടുത്തു ആ ചെറുപ്പക്കാരന് നീതി കിട്ടാനായിട്ട്. ആ അന്വേഷണത്തിലെ DCC ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. ഈ ശോഭാ സുബിൻ എന്ന് പറഞ്ഞ വ്യക്തി കെട്ടിച്ചമച്ചുണ്ടാക്കിയ കേസാണെന്ന് വളരെ വ്യക്തമായിട്ടുള്ള DCC റിപ്പോർട്ട് കൊടുത്തിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജഡ്ജ്മെന്റിൽ 6 സ്ഥലത്താണ് ഈ വ്യക്തിയെ പരാമർശിച്ചിട്ടുള്ളത്. ഈ ശോഭാ സുബിൻ എന്ന് പറഞ്ഞ വ്യക്തി, ഈ ചെറുപ്പക്കാരന്റെ യദുകൃഷ്ണൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇങ്ങനൊരു കേസ് കൊണ്ടുവന്നത്. അതിൽ ആ ചെറുപ്പക്കാരൻ ജയിക്കുകയാണ് ചെയ്തത്. അത് കോടതിക്ക് ബോധ്യം വന്നതുകൊണ്ട്. ഈ രാഷ്ട്രീയ വൈര്യം തീർക്കാനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? താങ്കളോട് ഇങ്ങനെ ഒരു അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചതിന്റെ പിന്നിലും അത് തന്നെയാണോ കാരണം? തീർച്ചയായിട്ടും രാഷ്ട്രീയ വൈര്യം അല്ലാണ്ട് ഞങ്ങൾ തമ്മിൽ വേറെ എന്താണുള്ളത്? വേറെ യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇല്ലാത്ത എന്നോട് അദ്ദേഹത്തിന് വേറെ എന്താണ് വിഷയം? ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ, സമൂഹ മാധ്യമത്തിലടക്കം വലിയ മോശം നിലയിലുള്ള പ്രചരണം ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ നടത്തി ഇയാളും ഈ ശോഭാ സുബിനും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരും. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായും താങ്കൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ താങ്കൾ പരാതി കൊടുത്ത എല്ലാ ആളുകളും കണ്ടിട്ടുണ്ടാകുമല്ലോ. അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായോ? താങ്കളെ ബന്ധപ്പെടാനെങ്കിലും ആരെങ്കിലും ശ്രമിക്കുകയോ ഒരു ആശ്വാസവാക്ക് ആരുടെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടാകുകയോ ചെയ്തിരുന്നോ? എന്നോട് പല ആളുകളും എന്നോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നേതൃത്വത്തിൽ ഇരിക്കുന്നവരടക്കം നടപടി ഉണ്ടാവും, നിനക്ക് അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടാവും, പലരും എന്നോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ഉറപ്പിന്റെ പുറത്ത് തന്നെയാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. എന്റെ പാർട്ടി നടപടിയെടുക്കും, അയാൾക്കെതിരെ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള നടപടിയെടുക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. കാരണം ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി അത്രയധികം ആത്മാർത്ഥമായിട്ട് നിന്ന ഒരാളാണ്. ഇന്നും എന്റെ പ്രസ്ഥാനത്തെ തള്ളി പറയാത്ത ഒരാളാണ്. ഇതെനിക്ക് നിവർത്തികേട് കൊണ്ട് ഇപ്പൊ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന് പറയേണ്ടുന്ന ഒരു അവസ്ഥ വന്നെത്തിച്ചത് അത് ശോഭാ സുബിന്റെ ഇന്നത്തെ പത്രസമ്മേളനമാണ്. തീർച്ചയായും മനസ്സിലാകുന്നുണ്ട് താങ്കളുടെ വികാരം. താങ്കൾക്ക് നീതി ലഭിക്കും വരെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുക കൂടിയാണ്. ആ നിലയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുക കൂടി ചെയ്യുന്നു. വളരെ നന്ദിയുണ്ട് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.